നിങ്ങൾ എല്ലാവരും സമ്മതത്തോട് കൂടിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ oxyshop.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വെബ്സൈറ്റിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സൈറ്റ് വഴിയും പോകും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വഴിയും നമ്മുടെ സൈറ്റ് നമുക്ക് ലോഗിൻ ചെയ്യാം. oxyshop.in എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് നമുക്ക് കാണിക്കാം. ഇവിടെ മുകളിലുള്ളത് നമ്മുടെ കമ്പനി മുമ്പോട്ട് വെക്കുന്ന വിഷനാണ്. അതായത് ഈ ഒരു കമ്പനിയുടെ മിഷനാണ്. മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങളിലേക്ക് അബണ്ടൻസും അതുപോലെ തന്നെ ഹെൽത്തും വെൽത്തും സമാധാനവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ ആഡ്സ് ഇതിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊജക്റ്റുകളായിട്ടുള്ള ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ്, നമുക്കറിയാം കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ ആ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്തൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഷോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ആയുർവേദി മിക്സ് അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് അതെങ്ങനെ യൂസ് ചെയ്യണം, അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സജീവ് കുമാറിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ എ വി സുരേഷിന്റെ ഒക്കെ ഡീറ്റെയിൽസും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ. ഓക്കെ, ഇനി നമുക്കുള്ളത് ഓക്സി ആമസോൺ എന്ന് പറയുന്നതാണ് കമ്പനിയുടെ മറ്റൊരു പ്രൊജക്റ്റ് ആണ്. അതായത് നമ്മൾ ആമസോണിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ പോലും അതിന്റെ ബില്ല് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു റീപർച്ചേസിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് ഇവിടെ പോയിട്ട് സബ്മിറ്റ് കൊടുത്തിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു വാച്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിന്റെ സൈറ്റിലേക്ക് പോകും. അത് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഓക്സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ അതിന്റെ ബില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുകളിലുള്ള ഒരു 19 കുടുംബങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഇൻകം ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ സൈറ്റ് ആമസോണുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇനി ചാനൽ പാർട്ട്നേഴ്സ്, നമുക്കറിയാം കമ്പനിയിലെ ഒരു ഏറ്റവും വലിയ ഇന്നോവേറ്റീവ് ആയിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചാനൽ പാർട്ട്നേഴ്സ് സിസ്റ്റം. ഈ ഒരു കാര്യത്തിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വെറൈറ്റി, അതായത് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കമ്പനി ഇംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ഷോപ്പുകളെ ഒരു ആപ്ലിക്കേഷന്റെ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം കൂടിയാണ് ഓക്സിക്കുള്ളത്. നമുക്കറിയാം സ്മാർട്ട് ഷോപ്പ്. അപ്പോൾ അതുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന എല്ലാ ഷോപ്പുകളുടെ പേരും ഡീറ്റെയിൽസും ഇവിടെ ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട്. ഒരു കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പുകളായി വരുന്നുള്ളൂ. ഇപ്പോൾ AC നേരാക്കുന്ന ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കൂൾ ഹോം എന്ന് പറയുന്ന ഒരു ഷോപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്തുണ്ട്, എല്ലാ മേഖലയിലും ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഗ്രോസറി അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിലവിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവോട് കൂടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം നമുക്കിപ്പോൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടിപൊളി വലിയ വലിയ ടെക്സ്റ്റൈൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്നത് നമുക്കറിയാം തലശ്ശേരി തന്നെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ നാട്ടിലുള്ള ടെക്സ്റ്റൈൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു
ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു ഹോം അപ്ലയൻസ് ആണ് കണ്ണങ്കണ്ടി എന്ന് പറയുന്നത്. അവരും നമ്മളുമായിട്ട് ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്. കണ്ണങ്കണ്ടി ഈ സ്റ്റോർ, ഇതും തലശ്ശേരി ബ്രാഞ്ചാണ് നിലവിൽ ടൈപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഹോം അപ്ലയൻസ് ഇനി ഓക്സിലേക്ക് വരാൻ വേണ്ടി പോവാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ റോയൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മളായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ നമുക്ക് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി കമ്പനിയുടെ മറ്റുള്ള പ്രൊജക്റ്റാണ് FMCG കാര്യങ്ങളൊക്കെ. ഇത് നിലവിൽ വരുന്നുള്ളൂ. ഭാവിയിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയിലെ മറ്റുള്ള പ്രൊജക്റ്റുകൾ അതിന്റെ ഇതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി നമുക്ക് കമ്പനിയെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, സബ്ജക്റ്റ് ഏത് കാറ്റഗറിയുമായിട്ടാണ് നിങ്ങൾക്ക് പരാതി ഉള്ളത് സബ്മിറ്റ് ചെയ്യാം. ഫീഡ്ബാക്ക് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിലേക്ക് പരാതി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ കർണാടക അഡ്രസ്സ്, കേരള അഡ്രസ്സ്, കമ്പനി വെബ്സൈറ്റ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ജിമെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്. 10 to 5 ആണ് വർക്കിംഗ് ഡേയ്സിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഷോപ്പ് നമുക്ക് നമ്മുടെ ടൈപ്പ് ആയിട്ടുണ്ട്. അത് ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഒരുപക്ഷെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല. സെയിം കാറ്റഗറി. ഓക്കെ, ഇനി നമുക്ക് മോറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കമ്പനിയെ പറ്റി അറിയാനാണെന്നുണ്ടെങ്കിൽ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഓക്സിജനോ, എന്താണ് കമ്പനി കൊടുക്കുന്ന വിഷൻ ആൻഡ് മിഷൻ, അതുപോലെ തന്നെ കമ്പനി ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, ഇതെല്ലാം കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കമ്പനി ലീഗാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, അതായത് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ഒരു കമ്പനിക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടത്, എന്തൊക്കെ നിയമമാണ് വേണ്ടത്. നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റിൽ നമ്മുടെ മോണിറ്ററി മെക്കാനിസം അത് അവിടെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തൊക്കെ ലൈസൻസ് വേണോ, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് വേണോ, ഇതെല്ലാം നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ജസ്റ്റ് ഒരു പേപ്പർ കമ്പനി മാത്രമല്ല ഓക്സിജനോ എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നതല്ല. ഇതാർക്കും കയറി പരിശോധിക്കാം. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് കടക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതും ഒരു കംപ്ലൈന്റ് സെല്ലാണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ അത് കൊടുക്കാം. നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം, നെയിം, മെസ്സേജ്, സെൻഡ്. ഡയറക്റ്റ് കമ്പനിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പോളിസീസ്, പ്രൈവസി പോളിസി, റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസി, റീഫണ്ട് പോളിസി. അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കുകയാണെങ്കിൽ GST എമൗണ്ട് കഴിച്ച് ബാക്കി എമൗണ്ട് റീഫണ്ട് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചയച്ചാൽ നല്ല പ്രൊഡക്റ്റ് തിരിച്ചയക്കും, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവയർനെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ റിട്ടേൺ പോളിസി, എന്താണ് റീഫണ്ട് പോളിസി, എന്താണ് പ്രൈവസി ആൻഡ് പോളിസി, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ഏത് വ്യക്തിയും ഇവിടെ കാണാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ID രജിസ്റ്റർ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ID അടിക്കാറ്. അപ്പോൾ കമ്പനിയുടെ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നും ഇതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ID രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മോറിൽ പോയി കഴിഞ്ഞാൽ കാണാനുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നത് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ താഴത്ത് CP ഉണ്ട്. നമ്മുടെ ഷോപ്പ് ടൈപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഷോപ്പ് ഓണേഴ്സിന് പോകേണ്ടത് CPയിലാണ്. നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളത് ഈ ഫസ്റ്റ് ഫേസിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു യൂസർ ID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ID ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം പ്രിവിലേജ് കസ്റ്റമർ എന്നുള്ളൊരു ബട്ടൺ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ഫേസ് ആണ് കാണിക്കുക. നമുക്കറിയാം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് സ്മാർട്ട് ഷോപ്പ്. അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ആണ് ഈ കാണുന്നത്. നമ്മൾ പ്രീമിയം കൂടി ആക്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡും ബ്ലാക്ക് കളറിലായിരിക്കും നമ്മൾ ഈ ഫേസ് കാണിക്കുക. ഓക്കെ, അപ്പോൾ കമ്പനിയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെഡീം വാലറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമുക്കറിയാം സ്കാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഈ സ്കാനറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാനർ ഓപ്പൺ ആവും. ഈ സ്കാനർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും കാണിക്കുക. അവിടെ ഓട്ടോമാറ്റിക്കലി ഈ CP ID വന്നിട്ടുണ്ടാവും. CP ID എൻ്റർ ചെയ്യാം. ബിൽ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ഏതാണോ ഡേറ്റ് അത് ക്ലിക്ക് ചെയ്യാം. സൂപ്പർ മാർക്കറ്റ് 5% FMCG. ഇവിടെ എനിക്ക് എത്ര രൂപക്കാണോ ബിൽ ചെയ്യേണ്ടത് ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് സബ്മിറ്റ് ആവും. അവർക്ക് റിക്വസ്റ്റ് പോവും. റിക്വസ്റ്റ് പോയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ റിവാർഡ്സിൽ വന്നിട്ട് അവിടെ ഒരു റെഡീം കൂപ്പൺ, ഒരു വൗച്ചർ കാർഡ്, സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവാർഡിൽ വന്നിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു എമൗണ്ട് ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാനുള്ള അവസരവും കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാലും ഷോപ്പ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാനുള്ള അവസരം നമുക്കുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഒരു കസ്റ്റമർ ഫേസ് ആണ് ഇത്. നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറിയിട്ട് ബിസിനസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബിസിനസ് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഷോപ്പിൽ പോയിട്ട് സ്കാൻ ചെയ്യാം. ഇനി അത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനൽ പാർട്ട്ണറിൽ പോയിട്ട് QR കോഡ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ആഡ് ബില്ല് കൊടുത്തിട്ടോ നമുക്ക് സ്കാൻ ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഇനി ബിസിനസ് പോർട്ടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെയാണ് ചോദിക്കുക. നിങ്ങളുടെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പാൻ കാർഡ്. അപ്പൊ ഞാനിവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ജസ്റ്റ് ആണ് ഇവിടെ നിങ്ങളെ കറക്റ്റ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഫ്രീ ID ആണ്. ദെൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ID-യിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഈ ID-യിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണിന്റെ ബില്ലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ആഡ് ആമസോൺ ബില്ല് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഡ്രസ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് എഡിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ QR കോഡ്. അതുപോലെ തന്നെ നമുക്കുള്ളത് നമ്മുടെ ID ആക്ടിവേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ട്രോളിയുടെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ റീപർച്ചേസ് എന്നുള്ളത് സ്റ്റാർട്ടപ്പ് എന്നായിരിക്കും. ഓൾറെഡി ID സ്റ്റാർട്ടപ്പ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രീമിയം ID ആണ്
സ്റ്റാർട്ടപ്പ് ആണ് അല്ലെങ്കിൽ പ്രീമിയം ഐഡിയ ആണ് ആക്ടിവേഷൻ ആക്കണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് പാക്കേജ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് ഐഡിയ ആക്ടിവേഷൻ ആക്കുന്നത്. FTP ഓക്സിപ്പിൽ 5 ആണ് ഞാൻ എടുക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് 5 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ 5 ഓർത്തോ ക്യാബ് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും ഓരോന്ന് വീതം എനിക്ക് എങ്ങനെ വേണം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 5 പ്രൊഡക്റ്റ് മൊത്തത്തിൽ സെലക്ട് ആക്കി ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഐഡി തന്നെയാണോ നിങ്ങൾ ആക്ടിവേഷൻ ആക്കുന്നത് എന്നുള്ളത്. യെസ് കൊടുത്തു. ഓക്കെ, ദെൻ ഷോപ്പിംഗ് ബാഗിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്തു. ബൈ കൊറിയർ അഡ്രസ് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ട് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ DTDC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ DTDC ഇതില്ലാത്തത്, ഇതിൽ അഡ്രസ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്, അതാണ് ഇതിൽ അഡ്രസ് ഇല്ലാത്തത്. ദെൻ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ കൊടുത്തു. ദെൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കമ്പനിയിലേക്ക് ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് പേയ്മെന്റ് ഡീറ്റെയിൽസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലോഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്ത് അതിന്റെ റെസീപ്റ്റ് ബിൽ അപ്ലോഡ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് 11,000 രൂപ അപ്ലോഡ് ചെയ്യുക. ഇത് പ്രീമിയം ഐഡിക്ക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ നമ്പർ എത്രയാണോ അത് ടൈപ്പ് ചെയ്യുക. പേയ്മെന്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഡേറ്റ് കൊടുക്കുക. ഡെപ്പോസിറ്റർ നെയിം, ഡെപ്പോസിറ്റർ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ ID കമ്പനി വെരിഫൈ ചെയ്ത് അത് ആക്ടിവേഷൻ ആക്കുന്നതായിരിക്കും. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ID ആക്ടിവേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. UPI ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് UPI ID അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ID ആക്ടിവേഷൻ ആക്കാം. അല്ലാതെ UPI ആപ്ലിക്കേഷൻ ത്രൂ ആക്ടിവേഷൻ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ QR കോഡ് ജനറേറ്റ് ആക്കിയിട്ട് നമുക്ക് ID ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതല്ല നിങ്ങളുടെ ഓപ്ഷൻ അതേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ത്രൂ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയും ID ആക്ടിവേഷൻ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ID ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് 10 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ID അവിടെ ആക്ടിവേഷൻ ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ആക്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രീമിയം ഡ്യുവൽ ആക്ടിവേഷൻ ഒക്കെ ആക്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ 2 റെഡ് ബട്ടൺസ് കാണില്ല. ഓൺലി ഫ്രീ പർച്ചേസ് മാത്രമേ കാണുള്ളൂ. പിന്നെ നമ്മുടെ ടീമിലത്തെ ആളുകൾക്ക് പ്രൊഡക്റ്റ് കാണിക്കണം, പ്രീമിയത്തിലെയും സ്റ്റാർട്ടപ്പിലേക്ക് പ്രൊഡക്റ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്നും കൂടി ഉള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ്. നമുക്കറിയാം ന്യൂട്രിമീറ്റ വെറും 2000 രൂപക്ക് ഹാൻഡ്ലിംഗ് ഫീ അടക്കം 2000 രൂപക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കമ്പനിയിലെ ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിമീറ്റ. അപ്പോൾ ആ ഒരു ഓഫർ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഓക്കെ, കാരണം ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് ഇവിടെ ഷോ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻകം കാണുന്ന ഒരു പ്ലേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇതിന്റെ ബില്ല് കാണാൻ, GST ബില്ല് കാണാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എവിടെ എത്തി എന്നുള്ളത് കാണാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇനി നമ്മുടെ ബിസിനസ് നമ്മൾ ട്രീ എല്ലാം വരുന്നത് നമുക്കറിയാം. കമ്പനിയിൽ 5 രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. FT സ്റ്റാർട്ടപ്പ്, FT പ്രീമിയം, FT മില്യൺ, FT ബില്യൺ, ട്രില്യൺ. അതിലിപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേസ് ആണ് കാണിക്കുക. ഇവിടെ കാണിക്കുന്നുണ്ട് ജിനിയോളജി, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് സൈഡ്, കോർപ്പറേറ്റ് സെയിൽസ്, പേർ ഡീറ്റെയിൽസ്, ഇൻകം ഡീറ്റെയിൽസ്, പേ ഔട്ട് ഡീറ്റെയിൽസ്, ടോപ്പ് അപ്പ് വാലറ്റ്, ഓഫർ ലിങ്ക്, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ ജീനിയോളജിയിൽ ക്ലിക്ക് ചെയ്യണം. ജീനിയോളജിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫേസ് ആണ് കാണിക്കുക. ഓക്കെ, ഞാൻ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു.
ഇത് ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ നെയിം എന്താണ്, ഷോപ്പിംഗ് ID എന്താണ്, പേരെന്താണ്, റാങ്ക് എന്താണ്, ആക്ടിവേഷൻ എന്താണ് നടന്നത്, എത്ര ഓൾട്ടർനേറ്റ്, എത്ര സെയിൽ നടന്നിട്ടുണ്ട്, അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഷോ ചെയ്യും. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആക്ടിവേഷൻ എത്ര ഉണ്ട്, കോപ്പറേറ്റിൽ എത്ര ആക്ടിവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് ഷോ ചെയ്യുന്നതായിരിക്കും. ഇനി ആക്ടിവേഷൻ ചെയ്യാത്ത ഐഡികളാണ് ഈ രീതിയിൽ ഈ കളറിൽ കാണുന്നത്. ഓക്കെ, അത് നോട്ട് ആക്റ്റീവ് എന്നുള്ളതാണ്. ഇത് സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് ഓറഞ്ച് ആവും. അതുപോലെ തന്നെ പ്രീമിയം ആക്ടിവേഷൻ ആണെങ്കിൽ നമ്മുടെ ഐഡിയുടെ കളർ വയലറ്റ് ആവും. നമ്മുടെ മില്യൺ ആക്ടിവേഷൻ ആവുന്ന സമയത്ത് നമ്മളൊക്കെ അതിന് ത്രില്ലിങ് വെയിറ്റിംഗ് ആണല്ലേ മില്യൺ ആക്ടിവേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ റെഡ് ആയിരിക്കും നമ്മുടെ ഐക്കൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ID പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എനിക്ക് ഈ ഒരു സൈഡിലാണ് ID അടിക്കേണ്ടത്. അപ്പൊ എനിക്ക് ചോദിക്കുന്നുണ്ട് ഏതാണോ കൺട്രി എന്ന്. അത് ഇന്ത്യ കൊടുത്തു. സ്റ്റേറ്റ് ഞാൻ കേരള സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്ട് ഞാൻ ആലപ്പുഴ സെലക്ട് ചെയ്തു. ഈ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസ് ഞാൻ കൊടുത്തു. ഒരു പിൻകോഡ് കൊടുത്തു. മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തു. ഇനി മെയിൽ എന്ന് കൊടുത്തു. വീട്ടുപേര് കൊടുത്തു. നിയറസ്റ്റ് ലാൻഡ്മാർക്ക് ഞാൻ കൊടുത്തു. ടൗൺ ഞാൻ കൊടുത്തു. ഇമെയിൽ ID ഞാൻ കൊടുത്തു. പാൻ കാർഡ് നമ്പർ ഞാൻ കൊടുത്തു. ഓക്കെ, നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. നോമിനി ഡീറ്റെയിൽസ്, ഇവിടെ പാൻ കാർഡ് ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. വൺസ് കൊടുത്ത പാൻ കാർഡ് നമുക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ സ്പോൺസർ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. സ്പോൺസർ യൂസർ നെയിം കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ളത് താഴത്ത് ലോഗിൻ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഡീറ്റെയിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂസർ നെയിം, അതായത് ഈ വ്യക്തിക്ക് വേണ്ട യൂസർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അംജദ AV എന്ന് പറയുന്ന പേരിലുള്ള ഒരു ID ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അംജദ എന്ന് തന്നെ കൊടുത്തു. പാസ്വേഡ് ഞാൻ ഇസാന 2023 കൊടുത്തു. ഇനി പാൻ കാർഡ് ഫോട്ടോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാം. ഗാലറി പോയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിനെല്ലാം ശേഷം ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. ഇത് ടിക്ക് മാർക്ക് കൊടുത്തു, ദെൻ സബ്മിറ്റ് കൊടുത്തു. ഓൾറെഡി യൂസർ നെയിം യൂസ്ഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0 കൂടി ഇട്ടെടുക്കാം. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അടിച്ച ഡീറ്റെയിൽസ് ഒക്കെ വളരെ കറക്റ്റ് എന്നല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം തെറ്റടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ID ജനറേറ്റ് ആയി. ഇപ്പോൾ ഇതാണ് ഐഡിയുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇത് വാട്സപ്പിലേക്കും നമുക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി, ഒരു ID ജനറേറ്റ് ആയി. ഇവിടെ ഇത്രയുള്ള ID വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടിക്കാം. ഇനി നമുക്ക് ഓൾട്ടർനേറ്റ് സൈഡ് ഈ ഒരു മാസം വന്നിട്ടുള്ള ഓൾട്ടർനേറ്റ് ബിസിനസ് എത്ര എന്നുള്ള നമുക്ക് ഇവിടെ കാണാനുള്ള അവസരമുണ്ട്. ഡേറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് പ്രൊഡക്റ്റ് എടുത്തത്, എന്താണ് ആക്ടിവേഷൻ എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി കോപ്പറേറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ
ഇതൊരു ഫ്രീ ഐഡിയ ആയതുകൊണ്ട് ഫ്രീ ഐഡിയ അല്ല, ബിസിനസ് നടക്കാത്തൊരു ഐഡിയ ആണ്. കോർപ്പറേറ്റിൽ ബിസിനസ് ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റ് സൈഡിൽ എത്ര ബിസിനസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പേർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എത്ര ഏൺ ചെയ്തു അത് കാണും ഇവിടെ. അതുപോലെ തന്നെ പേ ഔട്ട് ഡീറ്റെയിൽസ് നമുക്കറിയാം, ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയാണ് നമുക്ക് സാധാരണ പേ ഔട്ട് കയറുന്ന ദിവസം. അപ്പോൾ അതിന് മുമ്പത്തെ കാൽക്കുലേഷൻ എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പേ ഔട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ അതുപോലെ ടോപ്പ് അപ്പ് വാലറ്റ്, നെക്സ്റ്റ് പ്ലാനിലേക്ക് എത്ര ടോപ്പ് അപ്പ് ആയി എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ടോട്ടൽ എത്ര ഓഫർ ലിങ്ക് കിട്ടിയെന്ന് കാണാൻ പറ്റും. ഓഫറിൽ വീക്ക്ലി ഇൻകം, വീക്ക്ലി നമുക്ക് എത്ര വരുമാനം കിട്ടിയെന്ന് കാണാൻ പറ്റും. സെയിം ആണ്, പ്രീമിയം നമുക്ക് സെയിം തന്നെയാണ്. ഈ ഒരു ഐ ഡി ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത് ഓൾറെഡി ഇത് സ്റ്റാർട്ടപ്പ് ഐ ഡി ആണ്, പ്രീമിയം ആക്ടിവേഷൻ അല്ല. അതാണ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത്. പ്രീമിയം ഐ ഡി ആക്ടിവേഷൻ ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം, കമ്പനിയിൽ പ്രീമിയം ആക്ടിവേഷൻ ആക്കിയവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പിൽ നമുക്ക് എന്തില്ല, ജമ്പിങ് ഇല്ല. 5 ലക്ഷം രൂപ ആകുന്നവരെ, സ്പാർട്ടൺ റാങ്ക് അടിക്കുന്നവരെ നമുക്ക് എന്തില്ല, നെക്സ്റ്റ് ക്ലബിലേക്ക് ജമ്പിങ് ഇല്ല. സോ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പ്രീമിയം ഓപ്ഷനിലേക്ക് വരിക. അതുപോലെ തന്നെ നമുക്കറിയാം, കമ്പനിയുടെ ടേൺ ഓവർ കിട്ടുന്ന ഒരു അവസരം കൂടി നമുക്കുണ്ട് ITB. അപ്പോൾ ITB ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറന്റ് റാങ്ക് എത്രയാണെന്നും എത്ര പൂളിംഗ് എത്ര കിട്ടിയെന്നും അതുപോലെ തന്നെ ബാലൻസ് എത്ര ഉണ്ടെന്നുള്ളതൊക്കെ ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറേഷൻ സിസ്റ്റം, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ ജീനിയോളജി, ഡയറക്ടർ ഓഫ് ഇത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ പർച്ചേസ് എത്ര എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം, ഗ്രൂപ്പിൽ നടന്നുള്ള ബിസിനസ്, ഡോൺലൈൻ RP, വാലറ്റ്, ബാങ്ക് വിഡ്രോവൽ, റീപർച്ചേസ് ഡീറ്റെയിൽസ്, പർച്ചേസ് റിപ്പോർട്ട്, ലെവൽ വൈസ് പർച്ചേസ്, ഡേറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, അവരെ റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഷോ ചെയ്യുള്ളൂ. ഗ്ലോബൽ റോയൽറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ജനറേഷനുള്ളത്. അതുപോലെ തന്നെ റെഡീം വാലറ്റ്, ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പിന്നെ ഷോപ്പിംഗ് വാലറ്റ്. ഇനി നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഓട്ടോ ലിങ്ക് ആണ് കൊടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ID രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിലാണ് ID പ്ലേസ് ആവുക. പിന്നെ ആ ലിങ്ക് തന്നെ അയച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രീം റൈറ്റിലായിരിക്കും ID രജിസ്റ്റർ ആവുക. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് സൈഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ ചോദിക്കുള്ളൂ. പേര്, വാട്സാപ്പ് നമ്പർ, പിൻകോഡ് ഇത് കൊടുത്ത് ഈ ഒരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ID അടിക്കാൻ പറ്റുള്ളൂ. ദെൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ID ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ബിസിനസ് ചെയ്യുന്നവരോട് പേഴ്സണലി പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് പറയും, ബിസിനസ്സിലേക്കാണ് ID ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ത്രൂ തന്നെ ID അടിക്കുക. കാരണം നമുക്ക് എക്സ്ട്രീം ലെഫ്റ്റിലാണ് എപ്പോഴും ഐഡിയകൾ വരിക. നമുക്ക് ടീമിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. ആ ടീമിനെ സപ്പോർട്ട് ചെയ്തടിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം നാളെ ബിസിനസ്സിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ത്രൂ തന്നെ ID അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഫ്രീ കസ്റ്റമർ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്.